1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതിൽ രാജ്യത്തെ ഓരോ പൗരനും കടപ്പെട്ടിരിക്കുന്ന പേരാണ് മഹാത്മാഗാന്ധി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് പഠിപ്പിച്ച ഗാന്ധിജിയോടുള്ള നിന്ദയാണ് കേന്ദ്രത്തിന്റെ ഈ കടുംവെട്ട്. ഗാന്ധി നിന്ദയാണ്. വർഷത്തിൽ 100-ന് പകരം 125 തൊഴിൽ ദിനമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലതല്ലേ, കൂടുതൽ തൊഴിൽ ദിനം സമം കൂടുതൽ പണം ആ മനുഷ്യരുടെ കയ്യിലേക്ക് എത്തുമെന്ന്. പക്ഷേ അത് പുകമറയാണ്, ആളെ പറ്റിക്കലാണ്. പുതിയ നിയമപ്രകാരം ഡിമാൻഡിനനുസരിച്ച് തൊഴിൽ അത് നിർത്തലാക്കിയിട്ടുണ്ട്. പകരം കേന്ദ്രം ഓരോ വർഷവും സംസ്ഥാനത്തിന് അനുവദിക്കുന്ന പദ്ധതി വിഹിതം അനുസരിച്ചായിരിക്കും ഇനി തൊഴിലുണ്ടാവുക. ഈ വിഹിതം ആരാണ് തീരുമാനിക്കുക? അത് കേന്ദ്ര സർക്കാർ ഒറ്റയ്ക്ക് അവരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് തീരുമാനിക്കുക. ഓരോ സംസ്ഥാനത്തിനുമുള്ള പദ്ധതി വിഹിതം കേന്ദ്രം നിശ്ചയിക്കും. ആ വിഹിതത്തിന് മുകളിൽ തൊഴിൽ നൽകണമെങ്കിൽ ആ പണം അത് സംസ്ഥാന സർക്കാർ കണ്ടെത്തണം, കേന്ദ്രം തരില്ല. 60:40 ആ കേന്ദ്ര സംസ്ഥാന വിഹിതമാണ് 90:10 ആക്കിയിട്ടുള്ളത്. കേരളത്തിന് വലിയ ബാധ്യതയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിയെ വെട്ടുന്നത് സംഘപരിവാറിന് അന്നും ഇന്നും ഗാന്ധിയെ എത്ര ഭയമാണെന്നതിന്റെ നേർസാക്ഷ്യമാണ്. ഗാന്ധിയൻ ആശയങ്ങളോട് എത്രമാത്രം അസഹിഷ്ണുതയുണ്ടെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഗാന്ധിജി ഇന്ത്യയുടെ നേതാവായിരുന്നു, ആത്മാവായിരുന്നു. ആ പേര് വെട്ടുന്നതിന് ഇനി എന്ത് ന്യായീകരണം പറഞ്ഞാലും അത് അക്ഷന്തവമായ തെറ്റ് തന്നെയാണ്. പദ്ധതിയുടെ പേരിൽ എങ്ങനെയോ ഒരു റാം കൊണ്ടുവന്ന് മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾക്ക് മേൽ, ആശയങ്ങൾക്ക് മേൽ ചെക്ക് വെക്കാനുള്ള നീക്കം ഒരു ഇന്ത്യക്കാരനും അംഗീകരിക്കില്ല.